മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി തോമസ് ഡോക്ടറോട് മാർക്കോയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോയെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമവും ഡോക്ടറോട് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് അവനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി അയാളുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഫോട്ടോയൊന്നുമില്ല, അവൻ്റെ ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. അവൻ ഇടയ്ക്ക് ആരെങ്കിലും കൊണ്ടൊക്കെ ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട്. പിന്നെ ഇടയ്ക്ക് അവൻ സ്വയം ചികിത്സയ്ക്കും വരാറുണ്ട്. അവൻ അത്യാവശ്യം തല്ലിനും ിനൊക്കെ പോകാറുമുണ്ട്. അത് ന്യായത്തിന് വേണ്ടി മാത്രമേ പോകാറുള്ളൂ. പിന്നെ അവന് അച്ഛനോ അമ്മയോ അടുത്ത ബന്ധുക്കളോ ആരും ഉള്ളതായിട്ട് ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയുമില്ല, ഇല്ല എന്നാണ് തോന്നണേ. അവനക്ക് ഒരു 6 വയസ്സുള്ള സമയത്ത് എന്തോ ഒരു ദുരന്തം അവൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ തോമസ് ഡോക്ടർ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സംശയം വരുന്നുണ്ട്. നേരത്തെ ഗുണ്ടകളിൽ നിന്നും തന്നെ രക്ഷിച്ച ആ ഒരു പയ്യൻ തന്നെയായിരിക്കുമോ ഈ മാർക്കോ എന്നുള്ള സംശയം വരുന്നുണ്ട്. പിന്നീട് തോമസ് ഡോക്ടർ മഹാലക്ഷ്മിയോട് കണ്ണൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്ത് പോകണോ, ഇവിടെ തന്നെ നിന്ന് ചികിത്സിച്ചാൽ പോരെ? കാരണം ഇതിനു മുമ്പ് ഞാൻ തന്ന മരുന്നുകളിലെല്ലാം വിഷം കലർത്തി കണ്ണന് കൊടുത്തവരാണ് കണ്ണൻ്റെ ചുറ്റുമുള്ള ബന്ധുക്കൾ. അതുകൊണ്ട് തന്നെ ഇനിയും അവരത് ആവർത്തിക്കും. ഇനിയിപ്പോൾ കണ്ണൻ്റെ കാൽവിരലുകൾ ചലിച്ചു എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലും ആ ചലനം നിർത്താൻ അവർ നോക്കും. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നുവിടുന്ന മരുന്നുകളിൽ ഉറപ്പായിട്ടും അവർ മായം കലർത്തും. അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് ചികിത്സിച്ചാൽ പോരെയെന്ന് ചോദിക്കുന്നു മഹിയോട്. അപ്പോൾ മഹി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട സാർ, ഞങ്ങൾക്ക് എന്ത് ആപത്ത് വന്നാലും അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. സാറിനെ പോലെ നല്ല മനസ്സുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ ചുറ്റും സഹായത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇവിടെ വരേണ്ട സമയത്തിന് കൃത്യമായിട്ട് ഞങ്ങൾ വന്നോളാം. ഇനിയിപ്പോൾ ഏതായാലും കണ്ണേട്ടൻ മടിയൊന്നും കാണിക്കില്ല. ഇപ്പോൾ തന്നെ കണ്ണേട്ടൻ്റെ കാൽവിരലുകൾക്ക് ചെറിയ അനക്കം സംഭവിച്ചതുകൊണ്ട് തന്നെ കണ്ണേട്ടന് കുറച്ച് വിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണേട്ടൻ തീർച്ചയായിട്ടും ഇനി വന്നോളും എന്നൊക്കെ മഹി പറയുന്നുണ്ട്. പിന്നീട് ആ പയ്യൻ്റെ ഫോൺ നമ്പറെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പം നോക്കട്ടെ, എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച് തരാമെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് മഹി ഡോക്ടറോട് യാത്ര പറഞ്ഞ് കണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കണ്ണൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ അനന്തു ലേഹയും കണ്ണനൊക്കെ നല്ലോണം സംസാരിച്ചിരിക്കുകയാണ്. മഹി ചെല്ലണ സമയത്ത് അനന്തു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും മഹിക്ക് സന്തോഷമായില്ലേ, ഇനിയിപ്പോൾ കണ്ണൻ്റെ കാല് ചരിച്ച് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകാതെ കണ്ണനെ എഴുന്നേറ്റ് നടന്നോളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമായി അനന്തുവേട്ടാന്ന് മഹി പറയണു. പിന്നീട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായ ദിവസമല്ലേ ഇന്ന്, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും, ഞങ്ങൾ എന്തായാലും പോവാന്ന് പറയും. കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ഇത്ര ധൃതി, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കണു. അപ്പോൾ പറയണു, നിങ്ങളുടെ സന്തോഷം തല്ലിക്കിടത്താനായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കുക, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് അനന്തും ലേഹയും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് മഹി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യമായി കണ്ണേട്ടാന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താ ആഗ്രഹം നടക്കണ കാര്യമാണ് പറയണേന്ന്. കണ്ണേട്ടനിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം നടക്കണതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും ഉറപ്പിക്കാറായിട്ടില്ല, ഇപ്പം എൻ്റെ കാൽവിരലുകളൊന്ന് ചലിച്ചു എന്നല്ലേ ഉള്ളൂ, അതിനിപ്പോൾ തുടർന്നും ചലിച്ചോളണമെന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ഡോക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ചലനശേഷി കിട്ടിയ കാൽവിരലുകളുടെ ചലനശേഷി ഇനി ഒരിക്കലും തിരികെ പോകില്ല എന്ന് ഡോക്ടർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ കണ്ണേട്ടന് എഴുന്നേറ്റ് നടക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹവും നടക്കും. കണ്ണേട്ടന് ആദ്യം ഒരു ആത്മവിശ്വാസം നേടണം, അതാണ് വേണ്ടതെന്നൊക്കെ മഹി പറയണു. പിന്നീട് കണ്ണൻ മഹിയോട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയും അമ്മാവനും സാലറി വാങ്ങാനായിട്ട് തൻ്റെ അടുത്ത് വന്നായിരുന്നു എന്ന്. അപ്പോൾ മഹി പറയുന്നുണ്ട്, ഇല്ല, അവരങ്ങനെ വരണേ എങ്ങനെയാണ്, അതിന് അവരുടെ ആത്മാഭിമാനം സമ്മതിക്കുമോ, ഇനിയിപ്പോൾ അവർക്ക് എന്നോടുള്ള പക ഒന്നും കൂടി കൂടിയിട്ടുണ്ടാവും എന്നൊക്കെ മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഇന്ന് നടന്നിട്ടുണ്ട്. ഇന്ന് മഞ്ജു മേഹനും കൂടി ജ്വല്ലറി ചെന്നിരുന്നു. എന്നിട്ട് ഒരു 101 പവനോളം മഞ്ജു സെലക്ട് ചെയ്തെടുത്തു. ആ വിവരം മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു മാനേജറോട്, പൈസ തരാതെ ഒരു തരി സ്വർണം പോലും ജ്വല്ലറിയിൽ നിന്ന് കൊടുത്തു വിടരുതെന്ന്. അതിൻ്റെ ദേഷ്യത്തിൽ മഞ്ജു അപ്പം തന്നെ എനിക്ക് ഫോൺ ചെയ്തു. അപ്പം ഞാൻ മഞ്ജുവിനോടും പറഞ്ഞു, പൈസ ഇല്ലാണ്ട് ജ്വല്ലറിയിൽ നിന്ന് ഒരു തരി സ്വർണം പോലും എടുക്കാൻ പറ്റില്ല എന്ന്. അത് കേട്ടതും മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണേട്ടാ, അവരുടെ വിവാഹത്തിന് എന്തായാലും നമ്മൾ കുറച്ച് സ്വർണം കൊടുക്കേണ്ടതല്ലേ, അപ്പോൾ അവർ എടുത്തോളൂലായിരുന്നു എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, മേഹനും മഞ്ജുവും തമ്മിലുള്ള വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് സ്വർണം കൊടുക്കാനും എനിക്ക് താല്പര്യമില്ല. പിന്നെ മേഹനും മഞ്ജുവും വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അവർക്ക് വേണ്ട സ്വത്തുക്കൾ കൊടുക്കും, അല്ലാതെ ഞാൻ മുമ്പേ ഒന്നും അവർക്ക് വേണ്ടി ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാവർക്കും എന്നോടും കണ്ണേട്ടനോടും ഉള്ള ശത്രുത ഒന്നും കൂടെ കൂടുള്ളൂ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവരുടെ എല്ലാവരുടെയും ശത്രുത കൂടട്ടെ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നു. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.